6.41% കുറവ് പോളിംഗാണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ട് മുന്നണികളുടെയും ആത്മവിശ്വാസത്തെ കെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, കോൺഗ്രസിൽ ക്യാമ്പിൽ വലിയ മ്ലാനതയും പടർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് മോഹൻ, ഈ 6.41% കുറവെന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 ലക്ഷം വോട്ടിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ അത് ഒരു 80,000 മുതൽ 1 ലക്ഷം വരെ വോട്ടിൻ്റെ കുറവുണ്ടാവുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ അത് പ്രിയങ്ക ഗാന്ധിയുടെ 5 ലക്ഷം ഭൂരിപക്ഷമെന്ന കോൺഗ്രസ് മോഹത്തിനേറ്റ് തിരിച്ചടിയാവോ സായികുമാർ? ക്ഷമിക്കണം, ദീപക്. തീർച്ചയായും അരുൺകുമാർ, അതായത് ഈ വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം എന്നും കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന മണ്ഡലമായിരുന്നു. പക്ഷേ ഈ 5 തവണയാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് മുന്നണികളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കാടിളക്കിയുള്ള പ്രചരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. പക്ഷേ അതിനനുസരിച്ച് അവർ പ്രതീക്ഷിച്ച തോതിലുള്ള പോളിംഗ് ശതമാനം ഉയരാത്തതിനെ തുടർന്ന് വലിയ അങ്കലാപ്പിലായിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ, ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് ഇന്നലെ നടന്നത്. 5 തവണ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിലും എല്ലാ തവണയും, അതായത് രാഹുൽ ഗാന്ധി 2019 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്ന ആ ഒരു സമയം ഒഴിച്ച് ബാക്കിയുള്ള 4 തവണയും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു വരുന്ന ഒരു പ്രവണത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കാണുന്നുണ്ട്. പ്രധാനമായും LDF വോട്ട് ബൂത്തിലെത്താത്തത് കൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്ന് UDF അവകാശപ്പെടുമ്പോഴും തങ്ങളുടെ വോട്ട് കൃത്യമായി എത്തിയിട്ടുണ്ട്, UDFൻ്റെ വോട്ടാണ് എത്താത്തത് എന്നുള്ള രീതിയിൽ LDF ക്യാമ്പും അവകാശപ്പെടുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ വോട്ട് കൃത്യമായി ചെയ്തിട്ടുമില്ല. അതെല്ലാം തന്നെ UDFന് പോൾ ചെയ്യേണ്ട വോട്ടുകളാണ്. അതിൽ തന്നെ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നേരത്തെ ആദ്യം രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് വോട്ട് ചെയ്ത് ഈ കർണാടക, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായിട്ടുള്ള പോയിട്ടുള്ള ആളുകളെയെല്ലാം തിരികെ കൊണ്ടുവരാനായി വിപുലമായ സംവിധാനങ്ങൾ കോൺഗ്രസ് ഒരുക്കിയിരുന്നു. പക്ഷേ കൃത്യമായി അത് സംവിധാനം വിജയിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. മാത്രമല്ല, മറ്റ് 2 മുന്നണികളുടെയും, അതായത് കോൺഗ്രസിൻ്റെ മാത്രമല്ല NDAയുടെയും CPMനെ സംബന്ധിച്ചിടത്തോളവും അവർ പ്രതീക്ഷിച്ചത്ര വോട്ട് ഇത്തവണ പോൾ ചെയ്തില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അരുൺ.